എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റായ പുട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി പുട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് തേങ്ങ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടുപൊടി, കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കുഴച്ചെടുക്കുകയാണ്. വെറൈറ്റി പുട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ അതുപോലെ തന്നെ സാധാ അരിപ്പൊടി വെച്ച് പുട്ടിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അമൃതം ന്യൂട്രി മിക്സ് വെച്ചിട്ടും പുട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അമൃതം പൊടി എടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബീറ്റ്റൂട്ട് എടുത്ത് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അമൃതം പൊടി ഈ രൂപത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് കുറച്ച് അരിപ്പൊടിയിൽ ഒഴിച്ചിട്ട് അതും കുഴച്ചെടുക്കാം. 3 തരത്തിലാണ് ഞാനിന്ന് പുട്ടിന് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇത് ബീറ്റ്റൂട്ട് വെച്ചിട്ട് അരിപ്പൊടിയിൽ കുറച്ച് ബീറ്റ്റൂട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്തതിട്ട് കുഴച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് റെഡിയാക്കി വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കട്ട ഇടുന്നത് വരെ കുഴച്ച് ഈ ഒരു പാകത്തിലാണ് ഇത് ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ 3 തരത്തിൽ പുട്ടിന് വേണ്ടിയിട്ട് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് തേങ്ങ ഇടുക. പിന്നെ കുറച്ച് അമൃതം പൊടിയാണ് പിന്നെ ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനി അത് ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരിപ്പൊടി മാത്രം വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിലും തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ അതിനിടയിൽ ഇടുമ്പോഴാണ് ഇത് പാകത്തിന് ആവി മുകളിൽ വരെ എത്തി വെന്ത് കിട്ടുന്നത്. ഇനി നമ്മൾ ബീട്രൂട്ട് ഒഴിച്ച പൊടിയാണ് ഇടുന്നത്. ഈ ബീട്രൂട്ട് പുട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, അട്രാക്റ്റീവ് ആണല്ലോ, അതുകൊണ്ട് കൂടുതൽ ഇഷ്ടപ്പെടും. ഇനി ഏറ്റവും മേലെ കുറച്ച് തേങ്ങ വെച്ച് നമ്മുടെ പുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് ആവി വന്ന് മൂടി പുട്ട് കാണുന്നില്ല. പുട്ടിൻ്റെ കൂടെ ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ നമ്മുടെ വെറൈറ്റി പുട്ട്, 3 ലെയറായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കുറ്റിയിൽ ഞാൻ വിചാരിച്ചു വെറും അരിപ്പൊടിയും തേങ്ങയും മാത്രം ഇട്ടിട്ടൊരു പുട്ടുണ്ടാക്കിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് ആ രൂപത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് നോക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തന്നെ ആവി വന്നിട്ട് കാണുന്നില്ല പെട്ടെന്ന്. ഈ രൂപത്തിലാണ് ഈ പുട്ട് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ അട്രാക്റ്റീവായിട്ട് പുട്ടുണ്ടാക്കിയാൽ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.